Morning. Good morning, ma'am. Good morning, ma'am. Morning. അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, മ്യൂട്ട് ചെയ്തോളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലേബർ റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോ ഒബ്സ്റ്റെട്രിക്സ് എന്താണെന്നും ഗൈനക്കോളജി എന്താണെന്നും നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഒബ്സ്റ്റെട്രിക്സ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന സെക്ഷൻ ആണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ചാപ്റ്റർ നമ്പർ 29. ഓക്കെ, ലേബർ റൂം. 29 ലേബർ റൂം. ഓക്കെ, അപ്പോ എന്തായിരുന്നു ഒബ്സ്റ്റെട്രിക്സ്? ഈ ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ സെക്ഷൻ ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗൈനക്കോളജി എന്തായിരുന്നു? ഗൈനക്കോളജി ചെയ്യുകയും രോഗനിർണയം നടത്തുകയും ചെയ്യുന്ന സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മെറ്റേണിറ്റി വാർഡില്, പ്രസവ വാർഡില് ചില പ്രത്യേക ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ ഏരിയാസ്? ഓക്കെ, എൽമ കണ്ടിന്യൂ. ഏതൊക്കെയായിരുന്നു? Receiving area, examination area, pre-delivery room, delivery or labor room, post-delivery observation. ഓക്കെ, റിസീവിംഗ് ഏരിയയുടെ പ്രത്യേകത എന്താണ് റിസീവിംഗ് ഏരിയ? പേഷ്യന്റ് അറൈവ് ചെയ്യുന്നതും ഇനീഷ്യൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെയാണ്. പേഷ്യന്റ് അറൈവൽ എത്തിച്ചേരുന്ന ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? റിസീവിംഗ് ഏരിയയിലാണ്. ദെൻ പേഷ്യന്റ് പിന്നെ നെക്സ്റ്റ് എങ്ങോട്ടേക്കാ പോകുന്നത്? എക്സാമിനേഷൻ ഏരിയ. എക്സാമിനേഷൻ ഏരിയയിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് റൂം സെറ്റ് ചെയ്തത് ഇവിടെയാണ്. ഓക്കെ, ഒരു പ്രൈവറ്റ് റൂം ആണ് അല്ലെ? കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് വേണ്ടി പേഷ്യന്റ് സ്റ്റേ ചെയ്യുന്ന, അവിടെ നിൽക്കുന്ന ആ പ്രൈവറ്റ് റൂമിനെയാണ് നമ്മൾ എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രീ ഡെലിവറി റൂം എന്താണ്? പേഷ്യന്റ് ഡെലിവറിക്ക് തയ്യാറാകുന്നതിന് മുൻപുള്ള റൂമാണ്. ഓക്കെ, അതിനു മുൻപുള്ള ഡെലിവറി റൂമിലേക്ക് പോകുന്നതിന് മുൻപ് പേഷ്യന്റ് സ്റ്റേ ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? പേഷ്യന്റിന്റെയും ആ ബേബിയുടെയും വൂമ്പിലുള്ള ആ ബേബിയുടെയും എല്ലാ വൈറ്റൽ സൈൻസും പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ടൂളുകളും ആ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഡെലിവറി റൂം അല്ലെങ്കിൽ ലേബർ റൂം എന്താണ്? ചൈൽഡ് ബർത്ത് നടക്കുന്നത്. ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ലേബർ റൂം 29. ഓക്കെ, ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ആ റൂമാണ്, ഇമ്പോർട്ടന്റ് റൂമാണ് ലേബർ റൂം അല്ലെങ്കിൽ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഡെലിവറി പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അമ്മയെയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്യിക്കുന്ന റൂമാണ് കൂടുതൽ ഒബ്സർവേഷന് വേണ്ടി മാറ്റുന്ന റൂമാണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയാസ് ക്ലിയർ ആയിരുന്നോ? മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ ലേബർ റൂം ഓൾസോ നെയിംഡ് ആസ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, BIRTHING, ബർത്തിങ് യൂണിറ്റ് in the hospital is where child birth takes place. Is one of the most versatile rooms in the hospital, which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for the mothers and infants. അപ്പോൾ ലേബർ റൂമിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ലേബർ റൂം ഓൾസോ നോൺ ആസ് എന്താണ്? ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, ബർത്തിങ് യൂണിറ്റ്. BIRTHING, ബർത്തിങ് യൂണിറ്റ്. ക്ലിയർ ആയോ?
ലേബർ റൂമിനെ പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ആ ഇൻഫാന്റിനും സുരക്ഷിതമായിട്ടുള്ള പ്രീനേറ്റൽ കെയർ പേജ് നമ്പർ ഫസ്റ്റ് പേജ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ സ്ക്രീൻ ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ബർത്തിങ് യൂണിറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ എന്താണ്? പ്രീനേറ്റൽ കെയർ, ഡെലിവറിക്ക് മുൻപുള്ള കെയറും ഡെലിവറി ടൈമിലുള്ള കെയറും ദെൻ പോസ്റ്റ്നേറ്റൽ കെയർ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള കെയർ എന്നിവ ഉറപ്പാക്കുന്ന സ്പെഷ്യൽ ഫെസിലിറ്റീസ് നൽകുന്ന ഹോസ്പിറ്റൽസിലെ വേഴ്സറ്റൈൽ റൂമിനെയാണ് നമ്മൾ ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കെയർ ആണ്? പ്രീനേറ്റൽ കെയർ കൊടുക്കുന്നുണ്ട്, ഡെലിവറി ടൈമിലുള്ള കെയർ കൊടുക്കുന്നുണ്ട്, ദെൻ പോസ്റ്റ്നേറ്റൽ കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു വേഴ്സറ്റൈൽ റൂം ആണ് ഏത്? ലേബർ റൂം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ചൈൽഡ് ബർത്ത് ആ പ്രോസസ്സിൽ ഉണ്ടാകാൻ ചാൻസസ് ഉള്ള ഏതാണ്? സർജറീസ് ഉണ്ടാവില്ല. മൈനർ സർജറീസും പ്രൊസീജിയേഴ്സും ഹാൻഡിൽ ചെയ്യുന്നതിനാണ് ഈ യൂണിറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, പ്രീനേറ്റൽ കെയർ, ഡെലിവറി കെയർ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന വേഴ്സറ്റൈൽ റൂം ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. A pregnant woman will go to the delivery room when she is in the active phase of labor. This unit is devised to handle a birth for women, a minor surgeries and procedures. അപ്പോ പേരുമായിട്ട് വരുന്ന പേഷ്യന്റ് എപ്പോഴാണ് ഡെലിവറി റൂമിലേക്ക് പോകുന്നത്? ഫസ്റ്റ് അവര് പ്രീ ഡെലിവറി റൂമിലായിരിക്കും അല്ലെ? ആ ഡെലിവറിയുടെ ആക്റ്റീവ് ഫേസിലാണ്, ആ പെയിൻ കൂടുന്ന ആക്റ്റീവ് ഫേസിലാണ് ആ പേഷ്യന്റിനെ ഡെലിവറി റൂമിലേക്ക്, നമ്മൾ ആ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നത് അല്ലെ? അപ്പൊ ആ സമയത്ത് ആവശ്യമായ മൈനർ സർജറീസും പ്രൊസീജിയേഴ്സിനും എന്താണ്? ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള അതിനു വേണ്ടിയാണ് ഈ യൂണിറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. പ്രീനേറ്റൽ കെയർ, പിന്നെ എന്താണ്? ഡെലിവറി കെയർ, പോസ്റ്റ്നേറ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റീസ് ഉള്ള ഒരു വേഴ്സറ്റൈൽ റൂം ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു? മൈനർ സർജറീസിന് ആവശ്യമായ, പ്രൊസീജിയേഴ്സിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഈ യൂണിറ്റിൽ ഉണ്ടായിരിക്കും. ദ ലേബർ ഡെലിവറി റിക്കവറി എന്തോ സന്ധ്യ? ബർത്തിങ് യൂണിറ്റ് എന്നാണോ? BIRTHING, ബർത്തിങ്, BIRTHING. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ചേഞ്ച് ചെയ്തോളൂ. BIRTHING, ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, ഓക്കെ അല്ലേ? The labor delivery recovery room are in charge of accommodating. അപ്പൊ LDR ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? ലേബർ ഡെലിവറി റിക്കവറി റൂം. എവിടെ LDR കണ്ടാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാണ്? ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. നോട്ട് ചെയ്തോ? LDR ന്റെ എക്സ്പാൻഡഡ് ഫോം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കത്. ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, അപ്പൊ എല്ലാത്തരം ഡെലിവറീസിനും ആവശ്യമായ, നമുക്കറിയാം നോർമൽ ഡെലിവറീസ് ആയിരിക്കാം, ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വന്നേക്കാം. നല്ല മഴ, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ് മാം. ഓക്കെ, എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഡെലിവറിക്കും, നോർമൽ ഡെലിവറി ആയിക്കോട്ടെ അല്ലെങ്കിൽ സിസേറിയൻ ആയിക്കോട്ടെ, എല്ലാ ഡെലിവറിക്ക് ആവശ്യമായ മാക്സിമം ഉറപ്പും എഫിഷ്യൻസിയും എന്ത് ചെയ്യുന്നുണ്ട്? എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രസവ ചികിത്സയും ഇത്തരം റൂമുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ലേബർ ഡെലിവറി റിക്കവറി റൂം എല്ലാ ടൈപ്പ് ഓഫ് ഡെലിവറിക്ക് ആവശ്യമായ ഉറപ്പും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രസവ ചികിത്സയും നൽകുന്നുണ്ട്.
In certain healthcare institution, LDR also known as LDRP suites. Okay. അപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ LDR എങ്ങനെ അറിയപ്പെടുന്നത്? LDRന്റെ മറ്റൊരു പേരാണ് LDRP suites. ഓക്കെ, എന്താണത്? ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട്. ഓക്കെ, അപ്പൊ LDR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? LDRന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി. ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ചില സ്ഥാപനങ്ങളിൽ അത് അറിയപ്പെടുന്നത് എങ്ങനെയാ? LDRP എന്നാണ്. LDRP സ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് LDRP സ്യൂട്ട്സ്? ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട്. ഓക്കെ, it is one of the particular of the obstetrical department that grants all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumables and availability of well-trained human resources. ഓക്കെ, അപ്പൊ ഒബ്സ്റ്റട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഒബ്സ്റ്റട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തെല്ലാമാണ്? ആ റൂമിലേക്ക് ആവശ്യമായ എല്ലാ ക്ലിനിക്കൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തെല്ലാമാണ്? ക്ലിനിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ആവശ്യമായ ഒരു ലേബർ റൂമിലേക്ക് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണോ, ഏതൊക്കെ ഡിവൈസ് ആണോ ആവശ്യമായത്, അത് അത്തരത്തിലുള്ള എല്ലാ ഡിവൈസുകളും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാഫുകൾ എങ്ങനെയാണ്? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസും ഉറപ്പാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു? എന്താണ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി? ആ രണ്ട് സെക്ഷന്റെയും ഡിഫറൻസ് നമ്മൾ പഠിച്ചു. മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ വരുന്നുണ്ട്, എക്സാമിനേഷൻ ഏരിയ വരുന്നുണ്ട്, പ്രീ ഡെലിവറി റൂം, ദെൻ ഡെലിവറി ഓർ ലേബർ റൂം, പിന്നെന്തായിരുന്നു? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരായിരുന്നു ബെർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രീനേറ്റൽ കെയറും ഡെലിവറി കെയറും പോസ്റ്റ്നേറ്റൽ കെയറും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രീനേറ്റൽ കെയർ ആയിക്കോട്ടെ, ഡെലിവറി ടൈമിലുള്ള കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോസ്റ്റ്നേറ്റൽ കെയർ ആയിക്കോട്ടെ, ആ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ആദ്യം ഒരു പേഷ്യന്റ് നമ്മൾ പ്രീനേറ്റൽ കെയറിലായിരിക്കും വരിക. ആ ഒരു പെയിൻ കൂടുമ്പോഴാണ് നമ്മൾ ഡെലിവറി റൂമിലേക്ക് അവരെ മാറ്റുന്നത്. അതിനുശേഷം വരുന്ന ഒരു മൈനറി സർജറീസും പ്രൊസീജിയേഴ്സും ഒക്കെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ആ യൂണിറ്റ് ഒരുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ പിന്നെ LDR എന്തായിരുന്നു പഠിച്ചത്? LDRP. ഓക്കെ, LDRP സ്യൂട്ട് എന്താണെന്നും പഠിച്ചു. എന്തായിരുന്നു? LDR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ഡെലിവറി റിക്കവറി റൂമാണ്. അവിടെ ലേബർ ബെർത്ത് അല്ലെങ്കിൽ സി സെക്ഷൻ എന്ത് ഇതാണെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള ചികിത്സ നമുക്ക് അവർ നൽകുന്നുണ്ട്. അറിയപ്പെടുന്നത് എങ്ങനെയാ? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട് ആണ്. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകതകൾ, ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഏതൊക്കെയായിരുന്നു? ക്ലിനിക്കൽ ഫെസിലിറ്റീസ് നൽകും. നല്ല ക്വാളിറ്റി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. ആവശ്യത്തിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടായിരിക്കും അവിടെ. എഫിഷ്യന്റ് ഹെൽത്ത് കെയർ സ്റ്റാഫ്സും ഉണ്ടായിരിക്കും. എഫിഷ്യന്റ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ എന്താണ് സർവീസും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. ഓക്കെ, ഒരു ലേബർ റൂം എന്ന് പറയുന്നത് ഏത് പ്ലേസിലായിരിക്കണം? അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? This section should be located in a convenient but isolated area. എവിടെയായിരിക്കണം? കൺവീനിയന്റ് ആയിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള
സൗകര്യപ്രദമായിട്ടുള്ള, പിന്നെ എങ്ങനെയാണ് ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട ഏരിയയിലായിരിക്കണം ഈ ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സൗകര്യപ്രദം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രോൾ ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ഓക്കെ, ലൊക്കേഷൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എവിടെ ആയിരിക്കണം ലേബർ റൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്? കൺവീനിയന്റ് ആയിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം, ഒറ്റപ്പെട്ട പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒരു ലേബർ റൂമില്? എന്താ കൺവീനിയന്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നെഹ്റിൻ, എന്താ കൺവീനിയന്റ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഏരിയയിലായിരിക്കണം. ഇടുങ്ങിയ സ്ഥലത്തേക്ക് കൊണ്ടുവച്ച് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ എല്ലാവർക്കും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം, ആ ഒരു ഏരിയയിലായിരിക്കണം ഏത് ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ എവിടെയാണ്? ദിസ് സെക്ഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയന്റ് ആയിട്ടുള്ള, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. The labor room, though remote, must be reachable from the entrance of the department to stay away from unnecessary specific while also providing privacy to patients. Okay, പേഷ്യൻസിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് എൻട്രൻസിൽ നിന്നും, ഓക്കെ, നമ്മൾ വന്നു നിൽക്കുന്ന റിസീവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ലേബർ റൂമിലേക്ക് പോകുന്നതിനുള്ള ആ പാസേജ് എന്ന് പറയുന്നത് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഈസിലി മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം. ഓക്കെ, മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ നമ്മൾ വന്നിരിക്കുന്ന ഭാഗത്ത് നിന്നും ലേബർ റൂമിലേക്ക് ഈസിലി മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം പാസേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? It should be not far from the operation theatre and surgical unit while facilitating the movement of patients, avoiding cross pollution. Then operation theatre അടുത്തായിരിക്കണം എന്ത് ലേബർ റൂം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? വെരി ഗുഡ്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്താണ് ഈസിലി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ റൂമിലേക്ക് ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം എവിടെ ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നമുക്ക് എന്തെങ്കിലും ഒരു സിസേറിയനോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു സർജറിയോ ചെയ്യേണ്ടി വന്നാൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെ എവിടെ ആയിരിക്കണം? ഇതിന്റെ ലൊക്കേഷൻ എന്താണ്? എവിടെ ആയിരിക്കണം? കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം. അതേപോലെ തന്നെ ആയിരിക്കണം. പിന്നെന്താണ്? എൻട്രൻസിൽ നിന്നും ലേബർ റൂമിലേക്ക് മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ ഈസിലി മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം പാസേജ്. പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലോ, എന്തെങ്കിലും ഒരു സർജറി ചെയ്യേണ്ടി വന്നാലോ, സിസേറിയൻ ചെയ്യേണ്ടി വന്നാലോ പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിൽ അടുത്തായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് ഉണ്ടല്ലോ. എന്താ പോസ്റ്റ്മോർട്ടം യൂണിറ്റ്? എന്താ? ഡെലിവറിക്ക് ശേഷം പേഷ്യന്റിനെ മാറ്റുന്ന യൂണിറ്റ് അല്ലെ? പോസ്റ്റ്മോർട്ടം യൂണിറ്റിനും അടുത്തായിരിക്കണം ഏത് ലേബർ റൂം വരേണ്ടത്. ക്ലിയർ ആണോ? അമ്മയെയും കുഞ്ഞിനെയും ഡെലിവറി പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യിക്കും അല്ലെ? അപ്പൊ ഈ യൂണിറ്റും എവിടെ ആയിരിക്കണം? ലേബർ റൂമിന് അടുത്തായിരിക്കണം. അതേപോലെ തന്നെ NICU ഉണ്ട്. NICU എന്താ? NICU? നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂബോൺ ബേബിക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നാൽ ആ സമയത്ത് ബേബിനെ എന്താ ചെയ്യണം? നമ്മൾ NICUയിൽ പ്രവേശിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഈ ലേബർ റൂമിന് തൊട്ടടുത്തായിരിക്കണം, ആ ഏരിയയിൽ തന്നെ ആയിരിക്കണം NICU ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, പറയാം. എവിടെ ആയിരിക്കണം? ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ലേബർ റൂം സ്ഥിതി ചെയ്യേണ്ടത്?
കൺവീനിയന്റ് ആയിരിക്കണം. ആ ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കും. പിന്നെന്താണ്? പാസേജ് ഈസിലി ആയിരിക്കണം, ഈസിലി മൂവ്മെന്റ്. മറ്റു തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാൻ പാടില്ല അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ ആ പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം. പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എത്തിക്കും. എന്തെങ്കിലും പെട്ടെന്ന് ഒരു സിസേറിയനോ അല്ലെങ്കിൽ സർജറിയോ ചെയ്യേണ്ടി വന്നാൽ പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ NICയും ഇതിനടുത്തായിരിക്കണം. പിന്നെ ഏതാണ്? പോസ്റ്റ്മോർട്ടം യൂണിറ്റും എവിടെയായിരിക്കണം? ലേബർ റൂമിന് അടുത്തായിരിക്കണം. ലൊക്കേഷൻ ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് ഡിസൈൻ. ഒരു ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? നമ്മൾ പറഞ്ഞു ഈ ലേബർ റൂം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന ഒരു റൂമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിനാവശ്യമായുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ സൂക്ഷിക്കാൻ കഴിയണം അല്ലെ. എല്ലാ ഡിവൈസുകളും കീപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ജംഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം ഏത് ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം നോക്കാം. Labor room must be of enough size with large doors allowing passage of the bed or structure with attendants. എങ്ങനെയായിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്? എങ്ങനെയാണ്? ആവശ്യത്തിന് വലിപ്പമുള്ള വലിയ ഡോറുകളുള്ള ഒരു റൂം ആയിരിക്കണം. എന്തുകൊണ്ടാണ് വലിയ ഡോറുകൾ വേണമെന്ന് പറയാൻ കാരണം? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡെഫിഷ്യൻസി ആയിട്ട്, അതിന്റെ കുറവുകളായിട്ട് നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പേഷ്യൻസിന് ഇപ്പൊ സ്റ്റാഫുകൾക്ക് സ്ട്രക്ചറുമായിട്ട് പുറത്തേക്ക് പോകാൻ എന്താണ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ചെറിയ ഇടുങ്ങിയ ഡോറുകളാണെങ്കിൽ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡോറുകൾ എങ്ങനെയായിരിക്കണം? വലിപ്പമുള്ള ലാർജ് ഡോർസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു റൂം ആയിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ദ ലേബർ റൂം കോംപ്ലക്സ് ഷുഡ് ഹാവ് ഇനഫ് ലൈറ്റ്. ആ കോംപ്ലക്സിൽ, ആ റൂമിൽ ആവശ്യത്തിന് ലൈറ്റുകൾ ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് വെളിച്ചം ലഭിച്ചിരിക്കണം, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ട്രയേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, autoclave supplies and common supplies such as towels, linen, etc. അപ്പൊ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണമോ ലേബർ റൂമില്? ആവശ്യത്തിന് വെളിച്ചം, ലൈറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പവർ ബാക്കപ്പ്, നമ്മൾ എന്താണ് കറണ്ട് പോയാൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ഇന്ററപ്ഷൻസ് ഉണ്ടായാൽ അതിനെ തടയാൻ കഴിയുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകൾ യൂസ് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ എന്താണ് കറണ്ട് പോയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പവർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസുകൾ സെറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ വെന്റിലേഷന്റെ പ്രാധാന്യം എന്താണ്? വെന്റിലേഷൻ എന്തിനാണ് സെറ്റ് ചെയ്യുന്നത്? വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി വെന്റിലേഷൻസ് ഉറപ്പാക്കിയിരിക്കണം. അതേപോലെ തന്നെ ട്രയേജ് ഏരിയ. എന്താണ് ട്രയേജ് ഏരിയ? എന്താണ് ട്രയേജ് ഏരിയ? മീൻസ് എന്താണ്? നമ്മളിപ്പോ പെയിനുമായിട്ട് വരുന്ന എല്ലാ പേഷ്യന്റിനെയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്കാ ഷിഫ്റ്റ് ചെയ്യുന്നത്? ലേബർ റൂമിലോട്ടാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു പേഷ്യന്റ് പെയിനുമായിട്ട് വന്നു, ഡയറക്റ്റ് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നു. അതാണോ ശരിയായ രീതി? അങ്ങനെയാണോ സാധാരണ ഹോസ്പിറ്റലുകളിലുള്ളത്? അല്ല. അവര് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എന്ത് ചെയ്യും? ആ പെയിനുമായിട്ട് വന്ന പേഷ്യന്റിനെ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഈ പേഷ്യന്റിന്റെ സിംറ്റംസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വരുന്ന പേഷ്യൻസിന്റെ അവരുടെ സിംറ്റംസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ട്രയാജ് ഏരിയ.
ക്ലിയർ ആണോ? ഇപ്പൊ ഒരു പെയിനുമായിട്ട് ഒരു പേഷ്യന്റ് വന്നു. ഓക്കെ, ആ പേഷ്യന്റിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അവർ അത്രയും നേരം സ്റ്റേ ചെയ്യുന്നത് ഈ ട്രയാജ് ഏരിയയിലായിരിക്കും. ഓക്കെ, അവിടെ വെച്ച് അതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ ആണ് ആ പേഷ്യന്റിനെ നമ്മൾ അസസ് ചെയ്യും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമ്മൾ ഫസ്റ്റ് കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ ട്രയാജ് ഏരിയയിൽ എത്തുന്ന പേഷ്യന്റിനെ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കും. ഓക്കെ, അവരുടെ വൈറ്റൽ സൈൻസ് അവർ മോണിറ്റർ ചെയ്യും. ഓക്കെ, ഹാർട്ട് ബീറ്റ്, പിന്നെന്തായിരുന്നു, എന്തൊക്കെയാ മോണിറ്റർ ചെയ്യുന്നത്? ന്റെയും ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും. ഓക്കെ, BP ചെക്ക് ചെയ്യും. തുടങ്ങി ഇതേപോലുള്ള ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെന്താ ചെയ്യുന്നത്? അവരുടെ മെഡിക്കൽ റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യന്റ് ആയിരുന്നോ? ഓക്കെ, BP, ഷുഗർ പോലുള്ള അസുഖങ്ങളുള്ളവരായിരുന്നോ? ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് സ്റ്റേജ് ആണ് എന്ത്? ഒരു ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇതിന്റെക്ക് ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഈ ഇൻഫോർമേഷന്റെ ബേസിൽ ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നത് ഈ തേർഡ് സ്റ്റേജിലാണ്. നമുക്കറിയാം, ഫസ്റ്റ് ഡെലിവറി നടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ പെയിൻ, മറ്റു കാരണങ്ങളാൽ വരുന്ന പെയിൻ തെറ്റിദ്ധരിച്ച ലേബർ പെയിൻ ആണെന്ന് കരുതി വരുന്നവരുണ്ടാകാം, അല്ലേ? ഇപ്പൊ സാധാരണ ഒരു പെയിൻ ആണെങ്കിലും അത് തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കില്ല, അല്ലെ? അപ്പൊ അത്തരം പേഷ്യൻസും വരാറുണ്ട്. അപ്പൊ അവരുടെ ഈ സിംറ്റംസിന്റെ ബേസിൽ അവരെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഏത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോ എങ്ങോട്ടേക്കാണ് ലേബർ, ആ സിംറ്റംസ് അനുസരിച്ച് സിംറ്റംസ് ചെക്ക് ചെയ്ത് ഈ പേഷ്യന്റിനെ ഇപ്പോ ഏത് ലേബർ റൂമിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രീ ഡെലിവറി റൂമിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അതുമല്ലെങ്കിൽ എന്താണ് തിരിച്ച് വീട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന പേഷ്യന്റ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ഏരിയയാണ് ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലേബർ റൂമിലേക്കുള്ള പേഷ്യന്റിന്റെ ഫ്ലോ, ആ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏരിയയാണ് ട്രയാജ് ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുന്ന എല്ലാ പേഷ്യന്റിനെയും ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്തായിരിക്കും കണ്ടീഷൻ? അല്ലെ, അവിടെ നിറയും, പേഷ്യന്റിനെ കൊണ്ട് നിറയും, അല്ലെ? അപ്പൊ അത് ഒഴിവാക്കാനായിട്ട്, അവരുടെ ഫ്ലോ ഒഴിവാക്കാനായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ സിംറ്റംസിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു സ്പെഷ്യൽ ഏരിയയാണ് ട്രയാജ് ഏരിയ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ഈ ലേബർ റൂമിലേക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും എല്ലാ മെഡിക്കൽ സപ്ലൈസും കീപ്പ് ചെയ്യുന്ന റൂമാണ്, ആ ഏരിയയാണ് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഓട്ടോക്ലേവ് സപ്ലൈസ്. എന്താണ് ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ് എന്തായിരുന്നു? സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അതിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസർ ആണ്, ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ കിറ്റ് ആയിക്കോട്ടെ, ഗ്ലൗസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിവൈസുകൾ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം. എന്താണ്? പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പറഞ്ഞു തരാം. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന, ഈ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ജെം ഫ്രീ ആയിരിക്കണം. ക്ലിയർ ആണോ? അതിനുവേണ്ടി ഓട്ടോക്ലേവ്ഡ് ചെയ്ത ജെം ഫ്രീ ആക്കിയ ഡിവൈസുകളെ സൂക്ഷിക്കുന്ന ഏരിയ. ഓക്കെ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും ജെം ഫ്രീ ആയിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ് ലേബർ റൂമിൽ കീപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് ലേബർ റൂമിൽ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കേണ്ടത്? ഇനഫ് ലൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ വെന്റിലേഷൻസ്, ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിനായിട്ട് വെന്റിലേഷൻ സെറ്റ് ചെയ്തിരിക്കണം. പവർ ബാക്കപ്പ്. എന്താണ് പവർ ബാക്ക്? കണ്ടിന്യൂസ് ആയിട്ട് പവേഴ്സ്, കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഡിവൈസുകൾ സെറ്റ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? ട്രയാജ് ഏരിയ. എന്തായിരുന്നു ട്രയാജ് ഏരിയ? പേഷ്യന്റിന്റെ ആ സിംറ്റംസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ആ ഏരിയയാണ്, ആ സ്പെഷ്യലൈസ്ഡ് റൂമിനെയാണ് നമ്മൾ ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ഓപ്പറേഷൻ ലേബർ റൂമിലേക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും എല്ലാ എക്യുപ്മെന്റ്സും കീപ്പ് ചെയ്യുന്ന ഏരിയയാണ് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ.
നമുക്ക് എന്തൊക്കെ ഡിവൈസുകളാണോ ആ ലേബർ റൂമിൽ ആ പ്രൊസീജിയറിന്റെ ടൈമിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഏതൊക്കെ വസ്തുക്കളാണോ ആവശ്യമായത് അതെല്ലാം സൂക്ഷിക്കുന്ന ഏരിയയാണ് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. പിന്നെന്തായിരുന്നു? ഓട്ടോക്ലേവ്ഡ്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയാണ്? ഓട്ടോക്ലേവ്ഡ് ആയിട്ടുള്ളതായിരിക്കണം, വിച്ച് മീൻസ് ജെം ഫ്രീ ആയിരിക്കണം. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഈ ലേബർ റൂമിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? This area should be designed to block out sound, ensuring that patients can experience optimal comfort and relaxation. Okay, പേഷ്യന്റിന് കംഫർട്ടിനും റിലാക്സേഷനും വേണ്ടി എന്ത് ചെയ്യണം? ആ ലേബർ റൂം എന്ന് പറയുന്നത് സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. സൗണ്ട് അകത്തേക്ക് കടക്കാതെ തടയുന്ന രീതിയിലുള്ള, റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂം ആയിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന് കംഫർട്ട് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ലേബർ റൂം എങ്ങനെയാണ്? സൗണ്ട് പ്രൂഫ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം. Then facilities for examination, preparation and observation are also available. ഇത്തരം ഡിവൈസുകൾ കൂടാതെ പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം? ആ പേഷ്യന്റിനെ പരിശോധിക്കുന്നതിന് ആവശ്യമായ ഡിവൈസുകൾ ഉണ്ടായിരിക്കണം. ഈ പ്രോസസ്സിന് വേണ്ടി, ചൈൽഡ് ബർത്ത് പ്രോസസ്സിന് വേണ്ടി തയ്യാറാകുന്നതിന് ആവശ്യമായ പ്രിപ്പറേഷൻ, അതിനാവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ദെൻ ഒബ്സർവേഷൻ, നിരീക്ഷിക്കുന്നതിന് ആവശ്യമായ ഫെസിലിറ്റീസും ഈ ലേബർ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതെല്ലാം ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന, അത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റൂം ആയിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പറയൂ, ലേബർ റൂമിന്റെ പ്രത്യേകതകൾ. എങ്ങനെയായിരിക്കണം ലേബർ റൂം ഡിസൈൻ ചെയ്യേണ്ടത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെയാണ്? ലാർജ് ഡോർ. ലാർജ് ഡോർ. പിന്നെന്തായിരുന്നു? ഡോർ മാത്രം ഉണ്ടായാൽ മതിയോ? ലാർജ് ഡോർ മാത്രം ഉണ്ടായാൽ മതിയോ? ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു റൂം ആയിരിക്കണം. ഇടുങ്ങിയ റൂം ആകാൻ പാടുണ്ടോ? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ നടക്കുന്ന ഒരു റൂമാണ്. അപ്പൊ ആ റൂമിന് ആവശ്യത്തിന് വലിപ്പവും ലാർജ് ഡോർസും ഉണ്ടായിരിക്കണം. പിന്നെന്തൊക്കെയാണ്? ഉമ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഉമ കണ്ടിന്യൂ പറയും. Enough light, power backup, ventilation, triage area, clean utility area, autoclaved supplies and കോമൺ സപ്ലൈസ്, അതായത് ടവൽസ്, ലിനൻ എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. പിന്നെ ഒപ്റ്റിമൽ കംഫോർട്ട് ആൻഡ് റിലാക്സേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആ പേഷ്യന്റിന്റെ കംഫർട്ടും എന്താണ്, ആ റിലാക്സേഷനും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ റൂം എങ്ങനെയായിരിക്കണം? സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂം ആയിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ആവശ്യത്തിന് ലൈറ്റ് വേണമെന്ന് പറഞ്ഞല്ലേ? ആവശ്യത്തിനുള്ള ലൈറ്റ് ലഭിച്ചിരിക്കുന്ന റൂം ആയിരിക്കണം. പവർ ബാക്കപ്പ്, പവർ എന്താണ്, ബ്രേക്ക് ആകാൻ പാടുള്ളതല്ല. പിന്നെ വെന്റിലേഷൻ, ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വെന്റിലേഷൻസ് ഉറപ്പാക്കിയിരിക്കണം. ദെൻ ട്രയേജ് ഏരിയ, ട്രയേജ് ഏരിയയുടെ പ്രത്യേകത എന്താണ്? സുനിത, എന്തായിരുന്നു ട്രയേജ് ഏരിയ? സുനിത. ട്രയേജ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ പെയിനുമായി വരുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ സിംറ്റംസിന്റെ ബേസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓക്കെ. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ പേഷ്യന്റിനെ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്? എന്തിന്റെയൊക്കെ ബേസിലാണ്? അവർക്ക് പെയിൻ അനുസരിച്ചിട്ടായിരിക്കും. ഇതിപ്പോ വീട്ടിൽ പോകാൻ ചിലവർക്ക് പെയിൻ എങ്ങനെയാ പറയാ, ഫസ്റ്റ് എത്തുന്ന പേഷ്യന്റ് നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കുന്നുണ്ട്. ഓക്കെ, അവര് എല്ലാ വൈറ്റൽ സയൻസുകളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അവരുടെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യന്റ് ആണോ എന്ന് വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും അസുഖങ്ങൾ
സിംറ്റംസ് എന്താണെന്ന്, നമ്മൾ ഷുഗറോ അല്ലെങ്കിൽ BP ഉള്ള പേഷ്യന്റ് ആണോ എന്ന്. ചില പേഷ്യന്റിന് അങ്ങനെ വരാറില്ലേ, പ്രഗ്നൻസി ടൈമിൽ ചില പ്രത്യേക അസുഖങ്ങൾ വരാറുണ്ട്, ഷുഗർ, പ്രഷർ ഒക്കെ വരാറുണ്ട് അല്ലേ, അതിനുശേഷം അത് മാറുന്നതുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള പേഷ്യന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിന്റെയും ഈ കളക്ട് ചെയ്ത ഈ ഡാറ്റാസിന്റെ ബേസിലാണ് അവർ ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നത്. എങ്ങനെയാണ്, പേഷ്യന്റിനെ ലേബർ റൂമിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിനെ പ്രീ ഡെലിവറി റൂമിലാണോ സ്റ്റേ ചെയ്യിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ഒരു പെയിൻ ആയിട്ട് ചിലപ്പോൾ വന്നതായിരിക്കാം പേഷ്യന്റ്. അത്തരം പേഷ്യന്റിനെ നമുക്ക് തിരിച്ച വീട്ടിലേക്ക് തന്നെ അയക്കാവുന്നതാണ്. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനിൽ എത്തിച്ചേരുന്നത് എവിടെയാണ്, ഈ ട്രയാജ് ഏരിയയിൽ വെച്ചാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ ഏരിയ എന്തായിരുന്നു? മാം യൂട്ടിലിറ്റി ഏരിയ അതെന്ന് പറയുന്നത് ഡിവൈസ് പിന്നെ മെഡിക്കലിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു റൂമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോക്ലേവ് എന്തായിരുന്നു? സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ജെം ഫ്രീ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ, ഡിവൈസുകളെ ജെം ഫ്രീ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ്. അപ്പൊ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഓട്ടോക്ലേവ് സപ്ലൈസ് ആയിരിക്കണം. എങ്ങനെയാണ്, ജെം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകളോ എക്യുപ്മെന്റ്സോ ആയിരിക്കണം നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, പേഷ്യന്റിന്റെ റിലാക്സേഷന് വേണ്ടിയും കംഫർട്ട് എന്താണ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ലേബർ റൂം എന്ന് പറയുന്നത് സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. സൗണ്ട് അകത്തേക്ക് കടക്കാതെ തടയുന്ന രീതിയിലുള്ള റൂമുകളായിരിക്കണം ലേബർ റൂമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. LDR, IDR എന്നാണ് അത് ചേഞ്ച് ചെയ്തിട്ട് LDR എന്നാക്കിക്കോളൂ. LDR എന്താണ്? ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. LDR, ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. അപ്പൊ ഈ ലേബർ ഡെലിവറി റിക്കവറി കോംപ്ലക്സിനെ മെയിൻലി 3 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനെ, ഓപ്പറേഷൻ സ്യൂട്ടിനെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം റിജോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ, ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ മെയിൻലി നമ്മൾ 4 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? മെയിൻലി 4 സോൺ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? പ്രൊട്ടക്റ്റീവ് സോൺ, ദെൻ ക്ലീൻ സോൺ വരുന്നുണ്ട്. പിന്നെന്തായിരുന്നു? വരുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ എന്തായിരുന്നു? ഡിസ്പോസൽ സോൺ. അതേപോലെ തന്നെ ഈ ലേബർ ഡെലിവറി റിക്കവറി റൂമിനെ, ആ കോംപ്ലക്സിനെ 3 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് അൺസ്റ്റെറൈൽ സോൺ. ക്ലിയർ ആണോ? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഏതൊക്കെയാണ് 3 സോൺ? അപ്പൊ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നത്? ഡിവൈഡ് 3 സോൺ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ദെൻ ഡെലിവറി സോൺ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ ഇത്? അപ്പോ അൺസ്റ്റെറൈൽ സോണിന്റെ പ്രത്യേകത എന്താണ്? ഏതൊക്കെ ഏരിയാസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. ഓക്കെ, ഏതൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്താണ്? എന്താണ്? സോണാണ്. ഓക്കെ, അൺസ്റ്റെറൈൽ സോൺ ആണ്. ക്ലിയർ ആണോ? ഇത്തരം അൺസ്റ്റെറൈൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്റ്റെറൈൽ കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇത്തരം സോണുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സോൺ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയ ആയിക്കോട്ടെ, ഇത്തരം ഏരിയാസ് എങ്ങനെയാണ്? അൺസ്റ്റെറൈൽ ആണ്. സ്റ്റെറൈൽ കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ?
നമ്മൾ പേഷ്യന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും പിന്നെന്താണ് മെഡിക്കൽ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ മാനേജ് ചെയ്യുന്നതിനുമുള്ള ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ മെഡിക്കൽ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ഏരിയാസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ എന്താണ്? വെയിറ്റിംഗ് ഏരിയയുടെ പ്രത്യേകത എന്താ? ലേബർ റൂമിലുള്ള പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നതിനുള്ള ഏരിയ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏരിയാസ് ആണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫിനാണോ മാം? റിലേറ്റീവ്സിനല്ലേ? റിലേറ്റീവ്സിന്, ഫാമിലിക്ക്, ഫാമിലി മെമ്പേഴ്സിന്. ഓക്കെ, അകത്തുള്ള പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏരിയയാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഏതായിരുന്നു? യൂട്ടിലിറ്റി ഏരിയ. യൂട്ടിലിറ്റി ഏരിയയിലാണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഫോൺ റീചാർജ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അൺസ്റ്റെറൈൽ സോൺ? മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഈ വെയിറ്റിംഗ് ഏരിയ ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിക്കോട്ടെ, എന്താണ് അവിടെ അതിന്റെ പ്രത്യേകത എന്താണ്? അത് സ്റ്റെറൈൽ സോൺ അല്ല, സ്റ്റെറൈൽ കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയാസ്? ഏതൊക്കെയാ അൺസ്റ്റെറൈൽ ഏരിയാസ്? ഏതൊക്കെയാ? പിന്നെ വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ മെഡിക്കൽ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവിന്റെ വർക്ക് നടക്കുന്നു. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്നതിനുള്ള അത് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ഏരിയാസ് ആണ്, അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏരിയാസ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അതേപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ ആർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ്? പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏരിയാസ് ആണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ എന്താണ്? സൗകര്യങ്ങള്, ഫോൺ റീചാർജിങ്ങിനുള്ള സൗകര്യങ്ങള് ഇത്തരം ഏരിയാസിലാണ് ഉള്ളത്. ഈ 3 ഏരിയയും എങ്ങനെയാണ്? അൺസ്റ്റെറൈൽ ആണ്. ഓക്കെ, അൺസ്റ്റെറൈൽ സോണിലാണ് ഉൾപ്പെടുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് സോൺ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ചേഞ്ച് റൂം. ഓക്കെ, ചേഞ്ച് റൂം വരുന്നുണ്ട്, പ്രീ ലേബർ റൂം വരുന്നുണ്ട്, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? ചേഞ്ച് റൂം. ഏതാണ് ചേഞ്ച് റൂം? നമ്മൾ മറ്റേതിൽ പഠിച്ചായിരുന്നു, പ്രൊട്ടക്റ്റീവ് സോണിൽ പഠിച്ചായിരുന്നു. ചേഞ്ച് റൂം എന്താണ്? നമ്മളുടെ ഡ്രസ് മാത്രം ഇട്ടുകൊണ്ട് വരാം. PPE ധരിക്കേണ്ടത് റൂമാണ് ചേഞ്ചിങ് റൂം. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ പ്രീ ലേബർ റൂം. ലേബർ റൂമിലേക്ക് എത്തുന്നത് വരെ ആ പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം അല്ലെങ്കിൽ പ്രീ ലേബർ റൂം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? മെഡിസിൻസ്. ഇതിനാവശ്യമായ മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂമും ഉൾപ്പെടുന്നത് ഏത് ഏരിയയിലാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത് ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ ലേബർ റൂം വരുന്നുണ്ട്, മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്ന റൂമും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഡെലിവറി സോൺ. നെക്സ്റ്റ് ആണ് ഡെലിവറി സോൺ. കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം. ഓക്കെ, ഡെലിവറിക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും എല്ലാ മെഡിക്കേഷൻസും എന്താണ് സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ് ഈ ഡെലിവറി സോണിലാണ് ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ സ്ക്രബ് സ്റ്റേഷൻ. എന്താണ് സ്ക്രബിംഗ് മെത്തേഡ്? സ്ക്രബിംഗ് മെത്തേഡ് എന്തായിരുന്നു? ഓക്കെ, ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ, എന്തായിരുന്നു സ്ക്രബിംഗ് മെത്തേഡ്? എൽമ. ഹാൻഡ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നതിന്. എന്താണ് നമ്മൾ ജെറ്റ് ആക്കുന്നതിന് വേണ്ടി സ്റ്റെറൈൽ വേണ്ടി
നമ്മളൊരു വാഷിംഗ് പ്രൊസീജിയർ ഉണ്ട് അല്ലേ? കൈ വാഷ് ചെയ്താൽ മതിയോ? ചില പ്രൊസീജിയേഴ്സ്, ചില സ്റ്റെപ്പുകൾ ഉണ്ട് അതിലല്ലേ? ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഓർണമെന്റ്സ് റിമൂവ് ചെയ്യണം, പ്രോപ്പർ ഹാൻഡ് ആയിട്ട് ചെക്ക് ചെയ്യണം, വാട്ടർ ഉപയോഗിച്ച് 1 മിനിറ്റ് വരെ വാഷ് ചെയ്യണം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ മാം. അതെ, എൽമ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ ലൂബ. ഓക്കെ മാം. അപ്പൊ എന്താണ്, നമ്മുടെ ഓർണമെന്റ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ പിന്നെന്താണ്, വാം വാട്ടറിൽ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് കൈ വാഷ് ചെയ്യണം. അതിനുശേഷം 2 മെത്തേഡ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ടൈംഡ് മെത്തേഡും ബ്രഷ് സ്ട്രോക്ക് മെത്തേഡും. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൈ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതിൽ ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് സ്ക്രബിംഗ് മെത്തേഡ്. അപ്പൊ അങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനുള്ള ആ ഏരിയ, ആ സ്ക്രബ് സ്റ്റേഷൻ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഡെലിവറി സോണിലാണ്. ക്ലിയർ ആണോ? ആ സ്ക്രബ് ചെയ്യുന്നതിനുള്ള സ്റ്റേഷൻ, ആ ഏരിയ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഡെലിവറി സോണിലാണ്. ദെൻ അതേപോലെ തന്നെ ഡെലിവറി റൂം, ആ ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന റൂം, ആ ഡെലിവറി റൂം ഉൾപ്പെടുന്നതും ഈ ഡെലിവറി സോണിലാണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാ ഡെലിവറി സോണിൽ ഉൾപ്പെടുന്നത്? നമ്മള് എന്താണ് ക്ലീൻ ചെയ്ത എല്ലാ ജെം ഫ്രീ ആക്കിയിട്ടുള്ള എല്ലാ ഡിവൈസുകളും എവിടെയാണ്? ഈ ഡെലിവറി സോണിലുണ്ട്. അതേപോലെ തന്നെ സ്ക്രബ് സ്റ്റേഷൻ, ഓക്കെ, സ്ക്രബ് സ്റ്റേഷൻ എവിടെയാണ്? ഡെലിവറി സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡെലിവറി റൂമും, ആ ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന റൂമും എവിടെയാണ്? ഈ ഡെലിവറി സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് 3 സോണുകള്? നമ്മുടെ LDRനെ മെയിൻലി ഡിവൈഡഡ് ഇൻടു 3 സോൺ. വിച്ച് ആർ ദേ? Unsterile zone, protective zone, ഡെലിവറി സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ലാസ്റ്റ് വൺ ഡെലിവറി സോൺ. ഓക്കെ, അൺസ്റ്റെറൈൽ സോണിന്റെ ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെടുന്നത്? അൺസ്റ്റെറൈൽ സോണില് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. അപ്പൊ ഈ 3 ഏരിയാസും എങ്ങനെയാണ്? സ്റ്റെറൈൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദെൻ പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ചേഞ്ച് റൂം വരുന്നുണ്ട്, PPE വെയർ ചെയ്യുന്ന റൂം വരുന്നുണ്ട്, പിന്നെ ഏതാണ്? പ്രീ ലേബർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാണ്? മെഡിസിൻ ചെയ്യുന്ന റൂമും ഉൾപ്പെടുന്നത് എവിടെയാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ആൻഡ് തേർഡ് സോൺ ഡെലിവറി സോൺ. ഡെലിവറി സോൺ, അവിടെ ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെടുന്നത്? ജെം ഫ്രീ ആയിട്ടുള്ള ഡിവൈസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ക്രബ് സ്റ്റേഷൻ, അതേപോലെ തന്നെ ഡെലിവറി റൂമും വരുന്നത് ഈ ഡെലിവറി സോണിലാണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഒരു ലേബർ റൂമിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ LDR കോംപ്ലക്സിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ളത്? അതൊന്നും എടുത്താൽ കംപ്ലീറ്റ് ആവില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അത്. ഓക്കെ, മതിയോ? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് നാളെ മതി മാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? നമ്മൾ മെയിൻ ആയിട്ട് ലേബർ റൂമിനെ മറ്റൊരു പേര് പഠിച്ചു. ഏതായിരുന്നു ലേബർ റൂമിന്റെ മറ്റൊരു പേര്? ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, പിന്നെ എന്തൊക്കെ പ്രത്യേകതകളാണ് പഠിച്ചത്? ലേബർ റൂമിന്റെ മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് പഠിച്ചത്? പ്രീനേറ്റൽ കെയറും പോസ്റ്റ് നേറ്റൽ കെയറും പ്രൊവൈഡ് ചെയ്യുന്ന വെർസിറ്റൈൽ റൂമാണ് ലേബർ റൂം. ഓക്കെ, പിന്നെന്തായിരുന്നു? ബർത്ത് മൈനർ സർജറീസും നടത്തുന്നത് ഈ യൂണിറ്റ് ആണ്. ഫെസിലിറ്റീസും ഈ യൂണിറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, LDR എന്താണ്? LDR എക്സ്പാൻഡഡ് ഫോം എന്തായിരുന്നു? LDRന്റെ ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ പേരെന്താണ്? ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്താണത്? എന്താ അറിയപ്പെടുന്നത്? LDR അറിയപ്പെടുന്നത് എന്താണ്? LDRP.
LDRP സ്യൂട്ട്സ്. ഓക്കെ, LDRP സ്യൂട്ട് എന്നാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ LDR അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കൽ ഫെസിലിറ്റീസ്, ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ സഫീഷ്യന്റ് സപ്ലൈ എക്യുപ്മെന്റ്, സഫീഷ്യന്റ് ആയിട്ടുള്ള സപ്ലൈ ചെയ്യുന്ന അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ്? ട്രെയിൻഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലേബർ റൂം എവിടെ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്? എവിടെ ആയിരിക്കണം? അതിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൺവീനിയന്റ് ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കും. കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. പിന്നെന്താണ്? അതിന്റെ പാസേജ് ഈസിലി മൂവ്മെന്റ് ആയിരിക്കും. നമുക്ക് എൻട്രൻസിൽ നിന്നും വന്നു ചേരുന്ന അറൈവൽ പ്ലേസിൽ നിന്നും ഈസിലി മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ ലേബർ റൂമിലേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ. ഓക്കെ, പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം. വെരി ഗുഡ്. ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും എമർജൻസി സിസേറിയനോ എന്തെങ്കിലും സർജറിയോ വേണ്ടി വന്നാൽ പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് കഴിയണം. ഓക്കെ, പിന്നെ വേറെ 2 കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പോസ്റ്റ്മോർട്ടം യൂണിറ്റും NICയും ലേബർ റൂമിന്റെ അടുത്തായിരിക്കണം. പോസ്റ്റ്മോർട്ടം യൂണിറ്റിനും NICയും എവിടെ ആയിരിക്കണം? ലേബർ റൂമിന് അടുത്തായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു ഡിസൈൻ. ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? ആ റൂം എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം? എന്തൊക്കെ ഫെസിലിറ്റീസാ വേണ്ടത്? അല്ലെങ്കിൽ ആ റൂം എങ്ങനെയായിരിക്കണം? ആവശ്യത്തിന് വലിപ്പമുള്ള റൂമായിരിക്കണം. ഓക്കെ, ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു റൂം ആയിരിക്കണം. അതേപോലെ തന്നെ ലാർജ് ഡോർ. എന്തുകൊണ്ടാ ലാർജ് ഡോർ വേണമെന്ന് പറയാൻ കാരണം എന്താ? സ്ട്രക്ചർ ചെയ്യിക്കാനായിട്ട് കഴിയണം. ഡോറിലൂടെ സ്ട്രക്ചറുമായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഈസിലി മൂവ് ചെയ്യാനായിട്ട് കഴിയണം. അതിനുവേണ്ടി ലാർജ് ഡോർസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം? ലൈറ്റ്. ആവശ്യത്തിന് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പവർ ബാക്ക്. ഓക്കെ, പവർ ബ്രേക്ക് ആകാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടായിരിക്കണം. ട്രയേജ് ഏരിയ ആയിരിക്കണം. ട്രയേജ് ഏരിയ. ഓക്കെ, പിന്നെന്താണ്? ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ ഓട്ടോക്ലേവ്ഡ് സപ്ലൈ. എല്ലാ ഡിവൈസുകളും എങ്ങനെയായിരിക്കണം? ജം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദെൻ ടവൽസ് ലൈനൻ ഒക്കെ ഉണ്ടായിരിക്കണം. ടവൽസ് ലിനൻ ഒക്കെ എങ്ങനെയായിരിക്കണം? ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. ഈ ഓട്ടോക്ലേവ് സപ്ലൈയുടെ ഒപ്പം തന്നെ എങ്ങനെയാണ് സാധാരണ നമുക്ക് ഈ പ്രോസസ്സിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും ആ റൂമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? കംഫർട്ടിനും റിലാക്സേഷനും വേണ്ടി ആ ലേബർ റൂം എങ്ങനെയുള്ളതായിരിക്കണം? റൂമായിരിക്കണം. അതായത് സൗണ്ടിനെ അകത്തേക്ക് കടത്തിവിടാതെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റൂമുകളായിരിക്കണം. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? ഇത്തരം ഫെസിലിറ്റീസ് ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ എന്താണ്? എക്സാമിൻ ചെയ്യുന്ന പരിശോധനകൾക്ക് ആവശ്യമായ ഫെസിലിറ്റീസും ഈ പ്രോസസ്സിന് വേണ്ടി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഫെസിലിറ്റീസും പിന്നെന്താണ്? ഒബ്സർവേഷൻ ആവശ്യമായ ഫെസിലിറ്റീസും ആ റൂമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇതിലെ ട്രയാജ് ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ട്രയാജ് ഏരിയ? പേഷ്യന്റിനെ അവരുടെ സിംപ്റ്റംസിന്റെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഏരിയയാണ് ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? അസസ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, പ്രാരംഭ എന്ത് ചെയ്യുന്നുണ്ട്? അസസ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അവരുടെ വൈറ്റൽ സൈൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം
മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു ഡിസിഷൻ മേക്കിംഗിൽ എത്തിച്ചേരുന്നത്, ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നത്. ഇത് നമ്മൾ കളക്ട് ചെയ്ത ഈ ഡാറ്റാസിന്റെ ബേസിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. എങ്ങോട്ടേക്കാണ് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ ബേസിൽ ഈ പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അതിനുള്ള ഏരിയയാണ് ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ പിന്നെന്തായിരുന്നു, LDR കോംപ്ലക്സിനെ മെയിൻലി ഡിവൈഡഡ് ഇൻടു 3, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സോണുകൾ? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ഡെലിവറി സോൺ വരുന്നുണ്ട്. ദെൻ അൺസ്റ്റെറൈൽ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഓക്കെ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. ഓക്കെ, ദെൻ പ്രൊട്ടക്റ്റീവ് സോണിലോ? ചേഞ്ച് റൂം, ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ ചെയ്യും. ദെൻ ഡെലിവറി സോൺ? സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. സ്ക്രബ് സ്റ്റേഷൻ, സപ്ലൈ റൂം ആൻഡ് ഡെലിവറി റൂം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ LDR കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത്. 3 സോണുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, ദെൻ ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. ഈ 2 ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നു. ഓക്കെ, ക്ലിയർ ആണോ? Okay, ma'am. Thank you. Okay, ma'am. Thank you, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Okay, ma'am. Thank you.